Dear students, welcome to Learner's World. In this video, I'm going to talk about film review Kumbalagi Nights by Jitin Mohan, FAUGP, AEC English Literature, first semester, Calicut University. Summary of the film review Kumbalagi Nights by Jitin Mohan. അപ്പോൾ ഒരു ഫിലിം റിവ്യൂയുടെ സമ്മറിയാണ് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ സമ്മറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുമ്പളങ്ങി നൈറ്റ്സ് directed by Madhu C. Narayanan, is a deeply human, emotionally rich Malayalam film celebrated for its nuanced portrayal of broken families, masculinity, and the healing power of love. കുമ്പളങ്ങി നൈറ്റ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് മധു സി നാരായണനാണ്. വളരെ ഇമോഷണൽ ടച്ചുള്ളൊരു മൂവിയാണിത്. ഇതിൽ വരുന്ന തീം എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലീസ്, തകർന്നു പോയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ, അതുപോലെ മാസ്കുലിനിറ്റി, പുരുഷാധിപത്യം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇതിൽ തീമായിട്ട് വന്നിട്ടുള്ളത്. സെറ്റ് ഇൻ ദ സെറൻ എറ്റ് സോഷ്യലി ലെയർഡ് വില്ലേജ് ഓഫ് കുമ്പളങ്ങി, ദ ഫിലിം എക്സ്പ്ലോർസ് ദ ലീവ്സ് ഓഫ് 4 brothers, Saji, Bobby, Bonnie and Frankie, who live together in a half-ruined home, symbolic of their fractured relationship. കുമ്പളങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ബ്രദേഴ്സിൻ്റെ ഒരു സ്റ്റോറിയാണിത്. സജി, ബോബി, ബോണി ആൻഡ് ഫ്രാങ്കി എന്ന് പറഞ്ഞിട്ട്. അതായത് അവരൊരു തകർന്നു വീഴാനായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഒരു വൃത്തിയില്ലാത്ത ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ തമ്മിലുള്ള ബന്ധവും ഫ്രാക്ചേർഡ് ആണെന്നാണ് പറയുന്നത്. ഈച്ച് ബ്രദർ ക്യാരീസ് ഇമോഷണൽ വൂൺസ്. ദ നരേറ്റീവ് ഗ്രാജുവലി ട്രാൻസ്ഫോം ദെയർ chaotic household in a space of acceptance and warmth. ഓരോ സഹോദരൻ്റെ ഉള്ളിലും ഒരു മുറിവുണ്ട്, വേദനിപ്പിക്കുന്ന ഒരു മുറിവുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരുടെ ആ ഒരു ബന്ധങ്ങൾക്കിടയിൽ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെയാണ് അവരുടെ വീടും ഇതുപോലെ ഒരു ഫ്രാക്ചേർഡാണ്. അതായത് നശിച്ച ഒരു വീടാണ്, സ്ട്രെച്ചേർഡ് അല്ല. The story begins by showcasing the frequent fights between Saji and Bobby, who struggle with poverty, unemployment and unresolved trauma. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങി നൈറ്റ്സിലെ കഥ തുടങ്ങുന്നത് തന്നെ സജിയും ബോബിയും തമ്മിലുള്ള ഒരു വഴക്കാണ്. അതായത് അവർ പോവർട്ടി, തൊഴിലില്ലായ്മ ഉണ്ട് അവരുടെ ഇടയിൽ, പട്ടിണിയുണ്ട്, അതുപോലെ അവരുടെ അന്തരീക്ഷം അത്ര നല്ലതല്ല, കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ട്രെച്ചേർഡ് അല്ലാത്തൊരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ദെയർ ഹോം ഈസ് ഡിസ്ഫങ്ഷണൽ നോട്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ലവ് ബട്ട് ബിക്കോസ് നൺ ഓഫ് ദം നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ്. അവരുടെ വീട് ഒക്കെ ഒരു ആകെ നശിച്ച ഒരു വീടാണ്. അവർക്കിടയിൽ സ്നേഹം ഉണ്ടെങ്കിലും അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അവർക്കറിയില്ല എന്നാണ് പറയുന്നത്. Bobby's romance with Baby, a confident and compassionate young woman, becomes a turning point. Her affection brings hope and direction to Bobby, who slowly becomes more mature and responsible. അതായത് ബേബിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതുമൂലം ബോബിയുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായി മാറിയിട്ടുണ്ട് ബോബി. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറിയിട്ടുണ്ട്. Parallel to this, the film introduces Shammi, Baby's brother-in-law, whose meticulously polished behavior hides an unsettling layer of toxic masculinity and emotional violence. വേറൊരു ക്യാരക്ടറാണ് ഷമ്മി ചെയ്യുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ഷമ്മി ക്യാരക്ടർ ഭയങ്കര രസമാണ്. അദ്ദേഹം അതിൽ ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നും അത്രയും. പക്ഷെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു മാസ്കുലിനിറ്റിൻ്റെ ആ ഒരു പവറൊക്കെ കാണിക്കുന്ന ഒരു തരം ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഷമ്മി എന്ന് പറയുന്നത്. ഇത് ബേബിയുടെ ബ്രദറിലാണ്. ബേബിയുടെ സിസ്റ്ററിനെ കല്യാണം കഴിച്ച ആളാണ് ഷമ്മി. ബേബി എന്ന് പറയുന്നത് ബോബിയുടെ ലവറാണ്. Actor Fahad Fasil delivers an unforgettable performance, portraying Shami as a man obsessed with order, control and the appearance of perfection. ഫഹദ് ഫാസിലാണ് ഈ ഒരു റോൾ ചെയ്തിട്ടുള്ളത്. ഷമ്മിൻ്റെ വളരെ നല്ല ഒരു ക്യാരക്ടറാണ് ഷമ്മി. പക്ഷെ വളരെ ടോക്സിക്കാണ്, മാസ്കുലിനിറ്റിൻ്റെ പവർ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുറത്ത് കാണുമ്പോൾ നല്ല ഓർഡേർഡ് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്, വളരെ വൃത്തിക്കും വെടുപ്പിനൊക്കെ നല്ല ഒരു മാന്യനായ മനുഷ്യനാണ് പുറത്ത്. പക്ഷെ ഉള്ളിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഷമ്മി. In contrast to the messy
At Loving Brothers, Shami represents a suffocating patriarchal ideal of a perfect man, ultimately making him the film's quiet menacing antagonist. ഷമ്മി ഇതിൽ ആൻറ്റഗണിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഈ ഫോർ ബ്രദേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും സ്ട്രക്ചേർഡ് അല്ല, കണ്ടാൽ തന്നെ ഒരു ഓർഡറില്ലാത്ത ഒരു ലൈഫാണ്. പക്ഷേ ഷമ്മിനെ പുറത്തു നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പുറത്തുനിന്ന് നിന്ന് നോക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് മാനായിട്ട് തോന്നുന്ന ഒരു മാസ്കുലിനിറ്റി പവറുള്ള ഒരു മനുഷ്യനാണ് ഷമ്മി എന്ന് പറയുന്നത്. ഇതിലെ ആൻറ്റഗണിസ്റ്റാണ് ഷമ്മി. ആസ് എ സ്റ്റോറി അൺഫോൾഡ്സ്, ട്രാജഡി സ്ട്രൈക്സ് വെൻ സജി's close friend dies by suicide. This pushes Saji to confront his emotions for the first time, leading to one of the film's most heartfelt scenes, a counseling session where he breaks down and begins the journey to become emotionally open and responsible. പിന്നീട് സ്റ്റോറിയിൽ സംഭവിക്കുന്ന ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ സജിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ സൂയിസൈഡ് ചെയ്ത് മരണപ്പെട്ടു. അതിനുശേഷം സജി വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് മാറി, അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയൊക്കെ ഉണ്ടായി. ആ സമയത്ത് വളരെ ഇമോഷണലി ഒരു ബ്രോക്കൺ ആയിരിക്കുന്ന സമയത്താണ് സജി കുറച്ചും കൂടെ ഓപ്പൺ ആയത്, കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയത് എന്നാണ് പറയുന്നത്. ഗ്രാജുവലി ദ ബ്രദേഴ്സ് റിപ്പയർ ദെയർ റിലേഷൻഷിപ്പ്, റീബിൽഡ് ദെയർ ഹോം ആൻഡ് റീഷേപ്പ് ദെയർ ലിവ്സ്. പിന്നീട് ഈ കഥയിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രദേഴ്സ് അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടെ പുതുക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ തമ്മിലുള്ള ലവ് കുറച്ചും കൂടെ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു വീട് ഒന്ന് റീബിൽഡ് ചെയ്യണം എന്ന് അവർക്ക് ഒരു തോന്നൽ വരും. അങ്ങനെ അവരുടെ ഒരു ജീവിതം തന്നെ റീഷേപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Bobby becomes committed to baby. Bonnie finds companionship and purpose through his relationship with Neila. And Frankie begins to see his family as a place of love rather than shame. ബോബി ബേബിയുമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ബോണി നെയ്ലയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ഫ്രാങ്കി പിന്നീട് തൻ്റെ ഫാമിലി ഒരു ഷെയിം എന്ന് കാണാതെ, ഫാമിലി എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്ലേസാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. The film culminates in a tense yet symbolic climax and a baby house where Shami's abusive behavior erupts into violence. The brothers intervene not through heroism but through unity, making the moment their once broken family finally stands സ്ട്രോങ് ടുഗദർ. പിന്നീട് ഈ ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബേബിൻ്റെ ഹൗസിലുള്ള ഒരു ക്ലൈമാക്സ് ആണ്. അതായത് ബേബിൻ്റെ ബ്രദറിലോ ഷമ്മി, ഫഹദ് ഷമ്മിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഷമ്മിയുടെ ആ ഒരു മാസ്കുലിനിറ്റി, ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ പുറത്ത് വരാൻ തുടങ്ങി, അതൊരു വയലൻസ് ആയിട്ട് പുറത്ത് വരാൻ തുടങ്ങി. ആ സമയത്ത് ഈ ബ്രദേഴ്സ് അതിൽ ഇടപെടുന്നുണ്ട്. അതായത് അവർ ഒരു ഹീറോയിസം എന്നുള്ള രീതിയിലല്ല ഇടപെടുന്നത്, അവരുടെ 4 പേരുടെയും യൂണിറ്റിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ 4 പേര് ഒരുമിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ടാണ് അതിനെ നേരിടുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ് അൾട്ടിമേറ്റ്ലി സെലിബ്രേറ്റ്സ് ഇംപെർഫെക്റ്റ് പീപ്പിൾ ലേണിംഗ് ടു ലവ്, ഹീൽ ആൻഡ് റീബിൽഡ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ലാത്ത, ഷമ്മിനെ പോലെ പെർഫെക്റ്റ് അല്ലാത്ത ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള 4 ബ്രദേഴ്സ്, അവർക്കിടയിലുള്ള ലവ് എങ്ങനെയാണ് റീബിൽഡ് ചെയ്തത് എന്നുള്ളതാണ് കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്നത്. അതായത് സ്നേഹിക്കാൻ അവർ പഠിച്ചത് എങ്ങനെയാണ്, അതുപോലെ ലവിലൂടെ വിഷമങ്ങൾ ഹീൽ ചെയ്യാൻ ലവ് ഒരു സാന്ത്വനമായിട്ട് കണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. Yes, blend of humor, empathy and social commentary makes it one of Malayalam cinema's most acclaimed modern classics. അപ്പോൾ ഇതിൽ ഹ്യൂമർ, എമ്പതി, സോഷ്യൽ കമൻട്രി ഇതൊക്കെ കൂടെ ചേർന്ന് മലയാളം സിനിമയിലെ തന്നെ ഒരു മോഡേൺ ക്ലാസിക്കായിട്ട് മാറി ഈ ഒരു